വർഷ, യെസ്. ഞങ്ങള് അനാസിന്റെ അമ്മ വാപ്പച്ചി വരൂ. അനാസിന്റെ എന്റെ ഫ്രണ്ട് ജെസ്സി. ഹായ്. വരൂ അങ്ക്, ഇരിക്കും. മോളൊന്ന് അങ്ങോട്ട് വന്നേ. എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല. അനുവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഇന്നലെ അവനെ അന്വേഷിച്ച് ഒരാൾ വീട്ടിൽ വന്നിരുന്നു. അവൻ കാശ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ്. സത്യം പറയാലോ മോളെ, കിടന്നിട്ടൊന്ന് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അവൻ എന്താ പറ്റിയതെന്ന് വർഷയ്ക്ക് എന്തെങ്കിലും അറിയാവോ? ട്രിവാൻഡ്രത്ത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്ന ബസ്സിൽ അനാസ് ഉണ്ടായിരുന്നു, എന്റെ അടുത്ത സീറ്റിൽ. അങ്ങനെ അനാസിനെ പരിചയപ്പെട്ടത്. അമ്മ വിളിച്ച് 2 ദിവസം കഴിഞ്ഞ് അനാസ് വിളിച്ചിരുന്നു, ഫോൺ തിരികെ ചോദിക്കാൻ. അനാസിന്റെ സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ടെന്നും സൂക്ഷിച്ചു വെക്കണമെന്നും പറഞ്ഞു. പിന്നെ അതിനുശേഷം നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് വല്ലതും ഉണ്ടോ? എവിടെയാണെന്നെങ്ങാനും? അപ്പോ വർക്കിലാണ്, ഷൂട്ടിലാണെന്നൊക്കെ പറഞ്ഞത് അവൻ കള്ളം പറഞ്ഞത്. ഇവളിങ്ങനെയാ, എന്തെങ്കിലും കിട്ടിയാ പിന്നെ മനസ്സമാനം തരില്ല. മോള് പറ, അവൻ എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? അമ്മ വിഷമിക്കണ്ട, അനാസിന് ഒന്നും പറ്റിയിട്ടില്ല. അനാസ് സേഫായിട്ട് എവിടെയോ ഉണ്ട്. എവിടെയാണെന്നൊന്നും. ഞങ്ങൾ ഇറങ്ങട്ടെ, നീ നടക്കും. അമ്മ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ നുണയാ പറയുന്നതെന്നറിയോ? ഷൂട്ടിങ്ങില്ല, ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് കഥ പറയുക, ഒരു പടം കൂടി അസിസ്റ്റ് ചെയ്യുക. പാവ അമ്മ എല്ലാം വിശ്വസിക്കും. മാമച്ചൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ പട്ടിണിയാ എന്ന് വെച്ച് ഇറങ്ങാതിരിക്കാൻ നോക്കൂ? കണ്ടുപിടിക്കേണ്ട അവന്മാരെ. ഫോൺ ചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാതെ, എന്നിട്ടും അമ്മ വിളിക്കുമ്പോൾ കള്ളേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ? അവർ വിഷമിക്കാതിരിക്കാനാ. എന്നിട്ടാ അലക്സി അവിടെ ചെന്ന്. നിന്നോട് അന്നേ പറഞ്ഞില്ലേ അലക്സ് വീട് കണ്ടുപിടിക്കുമെന്നും അവിടെ എത്തുമെന്നും? ഇനിയിപ്പോ വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഇനി നിന്റെ വാപ്പ വിചാരിച്ചാ? ഇല്ല, അവരെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. എന്റെ സിനിമ ഭ്രാന്തൻ അവരെന്തിനാ? എല്ലാം എന്റെ തെറ്റാ. അങ്ങനെ പറയാതാനു, എല്ലാം ശരിയാവും. നമുക്ക് വഴിയുണ്ടാക്കാം. അപ്സെറ്റ് ആവാതെ പ്ലീസ്. ഇതറിഞ്ഞ അമ്മ വിഷമിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പറയാതിരുന്നാലോ എന്ന് ഓർത്തതാ. പക്ഷേ ആ അമ്മയുടെ ഫീല് കണ്ടപ്പോ എവിടെയാണ് അനു ഉള്ളതെന്ന് എടുത്തെടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പക്ഷെ അമ്മയെ വിളിക്കണം, ആശ്വസിപ്പിക്കണം. ബാക്കിയൊക്കെ ഇപ്പൊ ഞാനും ഇല്ലേ ഒപ്പം. ദേശീയ ഭക്ഷണമായ പൊറോട്ട കഴിക്കുമ്പോഴും അമ്മയുടെ ഉള്ളിത്തീയിലും പുളിശ്ശേരിയാ മനസ്സിൽ. ഈ നെയ്ച്ചോറും ബിരിയാണിയും തിന്നു കൊടുത്ത വാപ്പിച്ചയെ ഈ പുളിശ്ശേരി കുടിപ്പിക്കുന്ന കഷ്ടമല്ലേ? തിരിച്ചാടാ, എനിക്കിപ്പോ നെയ്ച്ചോറില്ലാണ്ട് പറ്റില്ലെന്നായിട്ടുണ്ട്. എന്നാലും നിനക്ക് വേണ്ടി ഉള്ളിത്തേലും പുളിശ്ശേരിയും ഞാൻ എന്നും ഉണ്ടാക്കി വെക്കും. അപ്രതീക്ഷിതമായി മീനാക്ഷിന്ന് വിളിച്ച് നീ കയറി വന്നാലോ? എന്നെ ഇപ്പൊ മീനാക്ഷിന്ന് വിളിക്കാൻ നീ മാത്രല്ലേ ഉള്ളൂ. തുടങ്ങി സെന്റിമെന്റ്സ്. മുത്തശ്ശന്റെ ജീരകച്ചമ്പാവ് പാടങ്ങളും കൊയ്ത്തുകാലവും മീനാക്ഷി എന്ന് വിളിച്ച് മുത്തശ്ശിയുടെ ശകാരങ്ങളും. ഈയിടെ ഇത്തിരി കൂടുതലാ. അച്ഛൻ വയ്യാണ്ട് കിടക്കണമെന്ന് കേട്ടപ്പോ അതൊന്നുമല്ല, നിന്റെ കടം വീട്ടാൻ. പടിയിറങ്ങിപ്പോയ മോളുടെ പേരിൽ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി വിറ്റ് നിന്റെ കടം. അമ്മ പിന്നെ അത് വിട്ടേക്കമ്മേ. ദേ, ചോറുണ്ട് കൈ കഴുകിയിട്ടുള്ള ഈ മുഖം തുടപ്പുണ്ടല്ലോ, അത് വേറെ എങ്ങും കിട്ടില്ല. അമ്മയുടെ ഈ മണോ. എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ഫ്രീ ആവാൻ പറ്റുന്നേ? അറിഞ്ഞ നിമിഷം മുതൽ ഞാനിവിടെ ഉള്ളിൽ. വാപ്പിച്ച എവിടെ പോയതാ?
എന്നിട്ട് കാണാതെ പോയാ പോവാനോ? നിന്നെ ഇനി എങ്ങോട്ടും വിടുന്നില്ല. എനിക്ക് പേടിയാ. വാപ്പച്ചി നിന്റെ കാര്യത്തിനായിട്ട് ആരെ കാണാൻ പോയിരിക്കുക. ഓ അമ്മേ, പറഞ്ഞില്ലേ ആ കാര്യം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാന്ന്. ഞാൻ വരുത്തി വെച്ച കടം അത് ഞാൻ തന്നെ തീർത്തോളാം. ദേ മീനാക്ഷി, ഞാൻ പോകുന്നവരെ അക്കാര്യം മിണ്ടിയേക്കരുത്. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഹാ, ആ അലക്സി കറി ഒന്ന് ഇവിടെ ഒരു സീൻ കൂടി വേണോ? വിഷമിപ്പിക്കാൻ പറഞ്ഞ അല്ല അമ്മേ. ദേ, വേഗം പോ. അടുക്കളയില്, സ്റ്റോറില്. ദേ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങാവൂ. പോ പോ, പോവാൻ. വേഗം പോവാൻ. പോടാ. പേടിച്ചു പോയി. ഓ, നിന്റെ ഒരു പേടി. ഇന്ന് ഒരുപാട് അലഞ്ഞു. എത്ര എടുത്താ പോയെന്നറിയാവോ? എന്നിട്ട് നടക്കും പലയിടത്തുനിന്ന്. ശരിയാവൂടി. അങ്ങനെ ഇപ്പൊ ശരിയാവണ്ട. ഇത്രയും കാലം ഇത് അറിയിക്കാതിരുന്ന എന്തിനാ? നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് തന്നെ. എടാ മോനെ, നീ വാ, അവിടെ ഇരുന്നേ. എടാ, ഞാനും നീയും നമ്മൾ രണ്ടാണോ? ചെറുപ്പത്തില് അപ്പുറത്തെ വീട്ടിൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കണ കണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ലോൺ ഫയൽ മുഴുവനും എടുത്ത് മത്താപ്പ് കത്തിച്ച് കളഞ്ഞവനാ നീ. എത്ര മാസത്തെ സസ്പെൻഷൻ, അതിന് ഞാൻ കൊടുത്ത വില. ഒരു വാപ്പയോടും ഒരു മക്കളും കണക്ക് പറയരുത്. ഞാനും ഇവളും, ഞങ്ങൾക്ക് നീയും. അതൊരു ബാലൻസ് ഷീറ്റിലും ടാലി ആകിലിടാ മോനെ. വളിച്ച പുളിശ്ശേരിയും നായന്മാരുടെ ഉള്ളിത്തീലും മകൻ വന്ന വഴിയെ കൊടുത്തു കഴിഞ്ഞല്ലേ. ഞാനൊന്ന് പോയി കുളിക്കട്ടെ, എന്നിട്ട് ഞാനും കൂടെ കൂടാം. അവളൊരു പാവ. നീ മാറി നിൽക്കുന്ന അവക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ സോൾവ് ചെയ്തോളാം. അലക്സിക്ക് ഞങ്ങളുടെ സിറ്റിയിലെ ബ്രാഞ്ചിലാണ് അക്കൗണ്ട്. അവിടുത്തെ മാനേജർ എൻ്റെ ബാച്ചാണ്. 1-2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്കത് അടയ്ക്കാം. അത് വേണ്ട വാപ്പച്ചി, ഐ വിൽ മാനേജ് ഇറ്റ്. മോനെ, ഒന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഈ സിനിമാ കളി ഞാൻ ഒന്ന് കളിച്ച് തോറ്റതാ. നീ തോറ്റാൽ അത് താങ്ങാനുള്ള... ഇല്ല വാപ്പച്ചി, എന്തു വന്നാലും മാമച്ചൻ എപ്പോഴും പറയും, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. വാപ്പച്ചി, എന്നെ ഇവിടെ വിട്ടാൽ മതി. അപ്പോ നീ പിന്മാറാൻ തയ്യാറല്ല? ദാ മോൻ ഇത് വെച്ചോ. വേണ്ട വാപ്പച്ചി, ആവശ്യത്തിനുള്ള ക്യാഷ് അമ്മ തന്നിട്ടുണ്ട്. എന്നാ പിന്നെ വാപ്പച്ചിയുടെ വേഷത്തിന്റെ കാര്യം മറക്കണ്ട. ഡൺ. നീ ധൈര്യമായിട്ടില്ലേടാ. ഈ 14 കേസിൻ്റെ വിധി കാറ്റിപ്പോ മേരിക്കുട്ടി ബോട്ടിന് അനുകൂലമാണ്. ഇടനിലക്കാരും മരുമക്കളും ഒക്കെ കയറി ഇറങ്ങുന്നത് കണ്ടില്ലയോ? ഇവളെ, എൻ്റെ മേരിക്കുട്ടിയെ ഓരോരുത്തരും ഞാൻ വോട്ട് കൊടുക്കുകയല്ല. ദാണ്ടെ ഇതുകൂടെ അങ്ങ് പിടിപ്പിച്ചാട്ടെ. കേസിൽ തോറ്റെല്ലാം പോയാലും ഇവളെ ഞാൻ ആർക്കും വോട്ട് കൊടുക്കുകയല്ല. ആർക്കും. ഇവളും കൂടെ പോയാ പിന്നെ മനസ്സിൽ വെച്ചോ, മാമച്ചൻ ചത്ത ആ തന്തയിലെ കഴിവറുകൾക്ക് കാലിമുത്ത ഈ തടി വിട്ടു കൊടുക്കരുത്. എടുത്തി കായലിലേക്ക് ഇട്ടേക്കണം.
ഒരുപാട് ജീവൻ പിടിച്ച് കൊന്നവനാ ഞാൻ. അവറ്റയ്ക്ക് ഒരു നേരത്തെ തീറ്റയ്ക്ക് ഈ തടി ഇട്ട് കൊടുത്തേക്കണം. എന്താ അച്ഛാ എങ്ങനെ? അത്രയ്ക്ക് ദണ്ഡമുണ്ടടാ. തോളെ നിറക്കാതെ കൊണ്ടു നടന്നതാ ഞാനവരെ. മേരിക്കുട്ടി, കാണുന്നുണ്ടോ നീ? വിട്ടുകൊടുക്കണോ ഞാൻ? പറ. പിന്നെ ആരോ. നീ വാ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. വേണ്ട വർഷ, അമ്മ രകത്തുണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ എന്താ, ഇതോടെ തീരുമല്ലോ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അനാസ രക്ഷപ്പെടുകയും ചെയ്യും. പേടിയാണെങ്കിൽ നീ പുറത്ത് നിന്നാ മതി. അയ്യോ, ഇതെന്താ ഇങ്ങനെ പേടിക്കുന്നേ? തോക്ക് കണ്ടിട്ടാണോ? ഇത് ചുമ്മാ ശീലമായതുകൊണ്ടാ. മുട്ടുസൂചി തട്ടിക്കയറ്റാൻ എന്തിനാ പൈലിംഗ് മെഷീൻ? അലക്സിക്ക് ഇരിക്കാൻ കസാര പോലും ബലക്കേല. ആ, എന്നെ മനസ്സിലായില്ലേ? ഞാനാ അലക്സി. എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷവും കൊണ്ട് ഇവിടെ താമസിച്ചിരുന്ന ചള്ളു ചെക്കൻ ബസ്സിൽ വെച്ച അനാസിന്റെ കയ്യിന്ന് ആ പടം 4-5 പേര് ചേർന്ന് പിടിച്ചോണ്ട് പോയതാ. ഞാനും ആ ബസ്സിലുണ്ടായിരുന്നു. ഞാൻ സാക്ഷിയാ. എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൊടുക്കാൻ കാശ് വാങ്ങിയത് അവനല്ലേ? ബാംഗ്ലൂരിലാണ് അവൻ ചെന്നിട്ടുമില്ല. പണം നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ തന്നെ ആളെ പിറകെ വിട്ടതായിക്കൂടെ? നീ ആള് കൊള്ളാമല്ലോടി കൊച്ചേ. എന്റെ കാശ് അവന്റെ കയ്യിൽ കൊടുത്ത് ചാള വിട്ട് ഞാൻ തന്നെ വാങ്ങിക്കാം. കൊള്ളാം. എങ്കിൽ പിന്നെ എനിക്കത് കൊടുക്കാതിരുന്നാ പോരെ. സംഗതിയുടെ കിടപ്പുവശം ഇപ്പോഴാണ് പിടികിട്ടിയത്. അവനിവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പോയി അവനെ കാണുന്നുണ്ട്. എവിടെടി അവൻ? സാറ് 1090 എന്നൊരു നമ്പർ കേട്ടിട്ടുണ്ടോ? ഒന്ന് ഡയൽ ചെയ്താൽ മതി. വിത്തിൻ സെക്കൻഡ്സ് പോലീസ് ഇവിടെ എത്തും. ഊതി പേടിപ്പിക്കല്ലേ മോളെ. ബസ്സിൽ നിന്ന് കാശ് കണ്ടവൻ തട്ടിപ്പറച്ചപ്പം സാക്ഷി മോൾക്ക് ഈ നമ്പർ അറിയത്തില്ലായിരുന്നോ? അത് പിന്നെ പോലീസാന്നാ അവന്മാര് പറഞ്ഞേ. പിന്നീട് സത്യം അറിഞ്ഞത്. കഥയുണ്ടാക്കല്ലേ മോളെ. ഒരുത്തൻ കഥയുണ്ടാക്കി പറഞ്ഞ എന്റെ കാശ്. നേര് പറയടി, എവിടെടി അവൻ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ അനാസിനെ കാണുന്നുണ്ട്, വേണ്ടതുപോലെ സഹായം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പണം അനാസിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവരെയാ. പിന്നെ ഞാൻ CID പഠിക്കല്ലേ. എനിക്കെന്റെ പണം കിട്ടണം. അത്രയല്ലേ ഉള്ളൂ. പണം ഞാൻ തരാം. എന്ന്, എപ്പോ, എങ്ങനെ? പണം റെഡിയായിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ വന്ന് കൊണ്ടുപോയാൽ മതി. കോണ്ടാക്ട് നമ്പർ തന്നേക്കൂ. വർഷ, നീ യെസ്, ഐ വിൽ. എന്തു പറ്റി? 2-3 ദിവസം ആയല്ലോ പപ്പയുടെ വിളി വന്നിട്ട്. ഞാൻ വിളിച്ചിരുന്നു, നിന്നെ കിട്ടിയില്ല. ഞാൻ കരുതി വീക്കെൻഡിൽ നീ ബാംഗ്ലൂരിലേക്ക് പോയി കാണുമെന്ന്. ഒരു പേഴ്സണൽ കാര്യം പറയാനാ വിളിച്ചത്. എന്താ? ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ ഓണർ പെണ്ണമ്മ ഇവിടെ വന്നിരുന്നു. അവരീ വീട് വിൽക്കാൻ പോവാ. എന്നിട്ട്
ഞാൻ അയച്ചെന്ന ക്ലിപ്പിംഗ്സ് പപ്പയ്ക്ക് ഓർമ്മയില്ലേ? പിന്നെ ഏത് ജനാല തുറന്നാലും മഴ കാണാവുന്ന പപ്പയുടെ ഡ്രീം ഹൗസ്. പപ്പ, ഇത് വാങ്ങാൻ എനിക്ക് കുറച്ച് പണം വേണം. കേട്ട് ഞെട്ടണ്ട. 50 lakhs. എടി മോളെ, നീ നിന്റെ പപ്പയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. നീ പോയി നിന്റെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്ക്. ഇറ്റ്സ് നോട്ട് ലാക്സ്, ഇറ്റ്സ് ക്രോഴ്സ്. ഇതുവരെ നീ അതിൽ നിന്ന് ഒന്നും വിത്ഡ്രോ ചെയ്തിട്ടില്ല എന്നർത്ഥം. എന്തിനാടി മോളെ ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ പണമൊക്കെ അയക്കുന്നത്? അതല്ലേ പറഞ്ഞത് ഇനി പോരാൻ. താങ്ക് യു പപ്പ. അടുത്തായിരുന്നെങ്കിൽ എന്താ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണും കണ്ണും കാണുമ്പോൾ കൊത്തി വലിച്ചു കൊണ്ടുപോകുന്ന കാന്തം പോലെ നെഞ്ചിലുണ്ടാവുന്നൊരു തരിപ്പ്. തമ്മിൽ ആദ്യം കാണുമ്പോൾ തൊട്ടിരിക്കാനും മുറുകെ പുണരാനും ഉള്ളിലുണരുന്നൊരു വെമ്പൽ. പിന്നെ എപ്പോഴും കാണാൻ തോന്നും, കാണുമ്പോൾ പിരിയാതിരിക്കാനും. ഈ പ്രണയം മഴ പോലെയാ. ചിലപ്പോ ചാഞ്ഞു പെയ്യുന്ന നനത്ത മഴ, ചിലപ്പോ കോരിച്ചൊരിയുന്ന പെരുമഴ. അധികം നനയല്ലേ, പനി പിടിക്കും. വാ. ആദ്യം കാണുമ്പോൾ പച്ച മാത്രം, പിന്നെ ഓരോരോ നിറങ്ങളായി, 1000 വർണ്ണങ്ങളായി. ഈ നീലക്കടലിൽ നുരയുന്ന തിര പോലെ പ്രണയം വന്ന് പൊതിയും. പിന്നെ നിറങ്ങളില്ല, ശബ്ദമില്ല, ചുറ്റും വേറെ ലോകമില്ല. പ്രണയം മാത്രം. Lovers are alone, always alone.